പ്രേക്ഷകരുടെ ഏറെ കാത്തിരിപ്പിന് ശേഷം പ്രഖ്യാപിച്ച ബിഗ് ബോസ് മലയാളം സീസൺ 8 സാധാരണക്കാർക്കായി അഗ്നിപരീക്ഷ കോമണർ ഓഡിഷൻ നടത്തുന്നു. ഇതിന്റെ രജിസ്ട്രേഷനും പിന്നീട് അനുവദിച്ച 2 ഫാസ്റ്റ് ട്രാക്ക് എൻട്രികളുടെ അവസരങ്ങളും അവസാനിച്ചു. എങ്ങനെയാകും ഇനിയുള്ള സെലക്ഷൻ പ്രോസസ് എന്നറിയണ്ടേ? അപ്ലൈ ചെയ്ത് ഓഡിഷൻ കോൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ അപ്ലൈ ചെയ്തവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ. അല്ല, ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലും വിശദമായി അറിയാം. തുടർന്നുള്ള സെലക്ഷനെക്കുറിച്ച് ചാനൽ ഔദ്യോഗികമായി പറയുന്നത് ഇങ്ങനെ. ഈ വിവരങ്ങൾ കൃത്യമായി പറയുന്നത് അഗ്നിപരീക്ഷ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻ ഡോക്യുമെന്റിലാണ്. ഏതാണ്ട് 22ഓളം പേജുകളുള്ള ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഈ ഡോക്യുമെന്റ് അപ്ലൈ ചെയ്തവർ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതുകൂടാതെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രികൾക്ക് ഓരോന്നിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇനി ഏഷ്യാനെറ്റ് ഓഡീഷനിലെ ചില കാര്യങ്ങളിലേക്ക് വരാം. കോമണേഴ്സിനായുള്ള സെലക്ഷൻ പ്രോസസ്സ് പല ലെവലുകളായിട്ടായിരിക്കും നടക്കുക. അതിൽ അവസാന ലെവലാണ് അഗ്നിപരീക്ഷ. ആപ്ലിക്കേഷൻ സ്വീകരിച്ചതു മുതൽ ഓരോ ലെവലിലും നിങ്ങൾ അടുത്ത ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളെ ഔദ്യോഗികമായി തന്നെ ചാനൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് അത് അറിയിക്കും. അടുത്ത ലെവലിലെ സെലക്ഷൻ മെത്തേഡും നിങ്ങളെ അറിയിക്കും. ചാനൽ പറയുന്ന സമയത്ത് പ്രോസസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾ ആ ലെവലിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആകും. പലപ്പോഴും രണ്ടാമതൊരവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത ലെവലുകളിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഈ കോമണർ മത്സരാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ആകെ 5 ലെവലുകളായിട്ടായിരിക്കും നടക്കുക. എന്നാൽ അവസാന ലെവൽ ഒഴികെ ഏത് ലെവലും വേണ്ടെന്ന് വെക്കാനും 2 ലെവലുകൾ ക്ലബ്ബ് ചെയ്ത് ചാനലിനും പ്രൊഡക്ഷൻ ഹൗസിനും അധികാരമുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈനും ചേർന്ന് ആദ്യം പ്രഖ്യാപിച്ച പ്രധാന സെലക്ഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. ഫാസ്റ്റ് ട്രാക്ക് എൻട്രികളെക്കുറിച്ച് അവസാന ഭാഗത്ത് സൂചിപ്പിക്കാം. എന്നാൽ 5ാം ലെവലായ അഗ്നിപരീക്ഷ ടാസ്ക് എല്ലാവർക്കും കോമൺ ആയിരിക്കും. നിലവിൽ രജിസ്ട്രേഷൻ അവസാനിച്ച സാഹചര്യത്തിൽ മത്സരാർത്ഥികൾ സമർപ്പിച്ച ആപ്ലിക്കേഷനിലെ വിശദ വിവരങ്ങളും വീഡിയോയുമെല്ലാം പരിശോധിച്ച് ഏറ്റവും മികച്ച 200 പേരെ തിരഞ്ഞെടുക്കും. ഇതാണ് 1ാമത്തെ ലെവൽ. അടുത്ത റൗണ്ടിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരുടെ ഈ എണ്ണം ആവശ്യമെങ്കിൽ മാറ്റാൻ ചാനലിന് കഴിയുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇനി പറയുന്ന കാര്യം എല്ലാ ലെവലുകൾക്കും ബാധകമാണ്. അടുത്ത ലെവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടാൽ ആ വിവരം ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ ആയിരിക്കും നിങ്ങളെ അറിയിക്കുക. ഫോണിൽ അറിയിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ സമ്മതം അറിയിക്കണം. ഇനി ഇമെയിലാണ് ലഭിക്കുന്നതെങ്കിൽ മെയിൽ അയച്ച് 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. നിങ്ങളുടെ അക്സെപ്റ്റൻസ് അറിയിച്ചതിന് ശേഷം അടുത്ത ഘട്ടം സെലക്ഷൻ രീതികളെക്കുറിച്ചും പങ്കെടുക്കാനുള്ള സമയവും സ്ഥലവും എല്ലാം കൃത്യമായി ചോദിച്ചറിയണം. ഇത് എല്ലാ ഘട്ടങ്ങൾക്കും ബാധകമാണ്. അടുത്ത ലെവൽ ഓഡീഷൻ ഒരു വീഡിയോ കോൺഫറൻസിംഗ് ആയിരിക്കും. ഈ 2ാമത്തെ ലെവലിൽ ആദ്യ ലെവലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കണ്ടസ്റ്റൻസുമായി ഏതെങ്കിലും നിശ്ചയിക്കപ്പെട്ട സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലൂടെയോ മറ്റോ മേക്കേഴ്സിന്റെ പാനൽ സംവദിക്കും. ഇങ്ങനെ ഇവരിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് 100 പേരെ തിരഞ്ഞെടുക്കും. 3ാം ലെവലിൽ പങ്കെടുക്കാൻ ഒഫീഷ്യലായി ഇവർക്ക് ഇൻറ്റിമേഷൻ ലഭിക്കും. നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് 3ഉം 4ഉം ലെവലുകൾ. ഇത് നടക്കുന്നത് ഒന്നുകിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും സ്ഥലത്തോ ആയിരിക്കും. 3ാം ലെവലിൽ 100 പേരിൽ നിന്ന് 75 പേരെ 4ാം ലെവലിലേക്കും ഈ 75 പേരിൽ നിന്ന് 50 പേരെ 5ാമത്തെ ലെവലിലേക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷ സെലക്ഷൻ പ്രോസസ്സിലെ 5ാം ലെവലാണ്. ഇതിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് 5 പേരെ തിരഞ്ഞെടുക്കും. ഇനി മറ്റൊരു കാര്യം ഫാസ്റ്റ് ട്രാക്ക് എൻട്രികളെക്കുറിച്ചാണ്. ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലേക്ക് മൈജി, വൈറ്റ് ഗോൾഡ് എന്നിങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രികൾ നടന്നു. ഇതിലൂടെ അപ്ലൈ ചെയ്തവരും അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കേണ്ടി വരും. ഈ രീതികളിലൂടെ അപ്ലൈ ചെയ്തവരുടെ ഡേറ്റ ശേഖരിച്ച് ചാനലിനും മേക്കേഴ്സിനും കൈമാറുകയോ നിശ്ചിത എണ്ണം പ്രൊഫൈലുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൈമാറുകയോ ആയിരിക്കും ഇവർ ചെയ്യുക. ഏത് ലെവൽ മുതലാകും ഈ രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥികൾ പൊതുവായുള്ള സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കേണ്ടി വരിക എന്നതിൽ വ്യക്തതയില്ല. മാത്രമല്ല ചാനൽ പ്രഖ്യാപിച്ച ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണർ മത്സരാർത്ഥികളുടെ എണ്ണം, അതായത് 5 പേർ എന്നത് ഇവരെ കൂടി കൂട്ടിയാണോ അതോ ഓരോ ഫാസ്റ്റ് ട്രാക്ക് എൻട്രികളിൽ നിന്നും 1-2 മത്സരാർത്ഥികൾ വീതം ബിഗ് ബോസിലെത്തുമോ എന്നതും വ്യക്തതയില്ല. ഇനി ഏറെ ശ്രദ്ധേയമായ പ്രേക്ഷകർ കാത്തിരിക്കുന്ന അഗ്നിപരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാം. കോമണർ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രോസസ്സിലെ അവസാന സ്റ്റേജാണ് അഗ്നിപരീക്ഷ. പ്രധാനമായി മുൻപുള്ള 4 ലെവലുകളിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് ഈ 5ാം ലെവലിലേക്ക് എത്തുക. ചാനലും പ്രൊഡക്ഷൻ ഹൗസും മുന്നോട്ട് വെച്ച ഓഡീഷൻ മാത്രമല്ല, പിന്നീട് വന്ന ഫാസ്റ്റ് ട്രാക്ക് എൻട്രികളിലൂടെ എത്തിയവരും ഈ അഗ്നിപരീക്ഷയിൽ ഉണ്ടാകും. ഫാസ്റ്റ് ട്രാക്ക് എൻട്രികളുടെ ടേംസിൽ ചാനൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ആ സെലക്ഷനുകളിലൂടെ വരുമ്പോൾ നേരിട്ട് 5ാം ലെവലായ അഗ്നിപരീക്ഷയിൽ ഡയറക്റ്റ് എൻട്രി ആണോ അതോ അതിനു മുൻപുള്ള ഏതെങ്കിലും ലെവലുകളിലൂടെ കടന്നു പോകണോ എന്നതൊന്നും വ്യക്തതയില്ല. ചാനൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വിവരിക്കുന്നതനുസരിച്ച് അഗ്നിപരീക്ഷ ഏതാണ്ട് ഈ രീതിയിലാണ് നടത്തുക. സെലക്ഷൻ പ്രോസസ്സിലെ 5ാമത്തെ റൗണ്ടാണ് അഗ്നിപരീക്ഷ റൗണ്ട്. 21 എപ്പിസോഡുകളുള്ള ഒരു സീരീസ് ആയിട്ടാണ് ഇത് നടത്തപ്പെടുക. ഈ എപ്പിസോഡുകൾ ചാനൽ ടെലികാസ്റ്റ് ചെയ്യും. അഗ്നിപരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മത്സരാർത്ഥികൾ വേണ്ട ഡോക്യുമെന്റേഷൻ സൈൻ ചെയ്ത് നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ടെലികാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ OTT റിലീസ് ചെയ്യും എന്നതുകൊണ്ട് അഗ്നിപരീക്ഷാ മത്സരാർത്ഥികളെ ഇവാലുവേറ്റ് ചെയ്യുക ഒരു ജൂറി ആയിരിക്കും. പ്രധാനമായും ഇതിൽ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസണുകളിലെ താരങ്ങളും
ചാനൽ തിരഞ്ഞെടുക്കുന്ന വേറെ ചില താരങ്ങളും ഉണ്ടാകും. അഗ്നിപരീക്ഷയിൽ പ്രധാനമായി വിലയിരുത്തപ്പെടുക കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എബിലിറ്റി ടു ഹോൾഡ് അറ്റൻഷൻ, സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ്, ഫിസിക്കൽ എനർജി എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും. ഇതിൽപ്പെടാത്ത മറ്റെന്തെല്ലാം കാര്യങ്ങൾ പെടുമെന്ന് ചാനലോ പ്രൊഡക്ഷൻ ഹൗസോ തീരുമാനിച്ചാൽ അതും ഉൾപ്പെടുത്താൻ ചാനലിനും മേക്കേഴ്സിനും കഴിയും. അഗ്നിപരീക്ഷയുടെ ഫിനാലെ ആഴ്ചയിൽ പ്രേക്ഷകർക്ക് അവരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം. പ്രേക്ഷക വോട്ടിങ്ങിനായി ചാനൽ അല്ലെങ്കിൽ മേക്കേഴ്സ് പ്രത്യേക സംവിധാനമുണ്ടാക്കും. നിലവിൽ ഏഷ്യാനെറ്റിന്റെ വോട്ടിങ്ങുകൾ പലതും ഹോട്ട്സ്റ്റാർ ആപ്പിലെ വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഈ വോട്ടിങ്ങും അങ്ങനെയാകാനാണ് കൂടുതൽ സാധ്യത. ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണർ മത്സരാർത്ഥിക്ക് സെലക്ഷൻ ലഭിക്കുന്നത് ജൂറിമാരുടെ തീരുമാനവും മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇപ്പോൾ 50 പേർക്ക് അഗ്നിപരീക്ഷ ടാസ്കിൽ പങ്കെടുക്കാൻ അവസരം നൽകും എന്നാണ് അറിയുന്നത്. വൈറ്റ് ഗോൾഡ്, മൈജി എന്നിങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി സെലക്ഷൻ അനുസരിച്ചുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മത്സരാർത്ഥികൾ ഉൾപ്പെടെയാണോ ഇത് എന്ന് ടൈംസിൽ പറഞ്ഞിട്ടില്ല. ഫൈനലായി ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേർക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണറായി പ്രവേശനം ലഭിക്കുക. ഈ എണ്ണത്തിൽ ഏത് സമയത്തും ചാനലിന് മാറ്റം വരുത്താം. അഗ്നിപരീക്ഷയുടെ കോമണറായി ബിഗ് ബോസ് സീസൺ 8 തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥിക്ക് ഇമെയിലിൽ അല്ലെങ്കിൽ ടെലിഫോൺ വഴി ഇൻറ്റിമേഷൻ ലഭിക്കും. ഈ ഇമെയിലുകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അതായത് ആദ്യ ലിസ്റ്റിൽ ഇടം പിടിച്ചില്ലെങ്കിലും പിന്നീട് ഷോയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ സെലക്ഷൻ ലഭിക്കാം. ഇത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കാം. അതായത് ഷോ അവസാനിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ അഗ്നിപരീക്ഷയിൽ വന്നിരുന്നവർ അവരുടെ കമ്മ്യൂണിക്കേഷനുകൾ കൃത്യമായി ചെക്ക് ചെയ്യണം എന്നർത്ഥം. അവസാന നിമിഷം ആരെങ്കിലും പിന്മാറുകയോ ഏതെങ്കിലും രീതിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്താൽ പകരക്കാരായി അഗ്നിപരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികളെ പരിഗണിക്കാം. പക്ഷേ ഇതെല്ലാം അഗ്നിപരീക്ഷ ടാസ്കിൽ പ്രവേശനം ലഭിച്ചവരുടെ മാത്രം കാര്യമാണ്. സെലക്ഷൻ ലഭിക്കുന്നവർ ചാനൽ നടത്തുന്ന ഓറിയന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. വേണ്ട ഡോക്യുമെന്റേഷനുകൾ നടത്തണം. കോൺട്രാക്റ്റ് സമയപരിധിക്കുള്ളിൽ സൈൻ ചെയ്ത് നൽകേണ്ടി വരും. ഈ രീതിയിൽ അഗ്നിപരീക്ഷ വിജയിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 8 എത്തിയില്ലെങ്കിലും ആശ്വസിക്കാൻ വകയുണ്ട്. അഗ്നിപരീക്ഷ 21 എപ്പിസോഡുകളോളം ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചും പ്രേക്ഷക ശ്രദ്ധ നേടാനാകും. മറ്റൊരു കാര്യം, അഗ്നിപരീക്ഷയിലൂടെ വിജയിച്ചു വരുന്നവർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 മറ്റ് മത്സരാർത്ഥികളെക്കാൾ നേരത്തെ ബിഗ് ബോസ് പ്രേക്ഷകരുമായി കണക്റ്റഡ് ആകാനും ബിഗ് ബോസ് ഫാൻ ബേസ് നേടാനുമൊക്കെയുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇത് ഇവരെ മുന്നോട്ടുള്ള ബിഗ് ബോസ് ഗെയിമിൽ വളരെയേറെ സ്വാധീനിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണർ മത്സരാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനൊക്കെയൊപ്പം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. കോമണേഴ്സിന് വേണ്ടിയുള്ള അഗ്നിപരീക്ഷ ടാസ്ക് നടക്കുന്നത് ആർക്കായിരിക്കും കൂടുതൽ പ്രയോജനകരം? ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണർ മത്സരാർത്ഥികൾക്കാണോ അതോ സെലിബ്രിറ്റി മത്സരാർത്ഥികൾക്കായിരിക്കുമോ ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുക എന്നത്? നിലവിൽ മറ്റു ഭാഷകളിൽ നടന്നിട്ടുള്ള അഗ്നിപരീക്ഷ ടാസ്ക് പരിശോധിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന ബിഗ് ബോസ് സീസണുകളിൽ അഗ്നിപരീക്ഷയിൽ പങ്കെടുത്ത കോമണർ മത്സരാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ലീഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം സാധാരണഗതിയിൽ സെലിബ്രിറ്റി മത്സരാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടാകുകയും അവർ ബിഗ് ബോസ് മത്സരം ആരംഭിക്കുമ്പോൾ മുതൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് വേണ്ടി ഫാൻ ബേസായി നിൽക്കുകയും ചെയ്യും. എന്നാൽ കോമണർ മത്സരാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഫാൻ ബേസ് പറയാനുണ്ടാകില്ല. എന്നാൽ അഗ്നിപരീക്ഷ ടാസ്ക് ഏകദേശം 3 ആഴ്ചയോളം നടക്കുന്നതോടെ പ്രേക്ഷകർ ഈ കോമണർ മത്സരാർത്ഥികളുമായി കൂടുതൽ പരിചയപ്പെടുകയും ഈ കോമണർ മത്സരാർത്ഥികൾക്ക് നല്ല ഒരു ഫാൻ ബേസ് ലഭിക്കുകയും ചെയ്യും. മലയാളത്തിലെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ സീസണുകളിൽ കോമണർ മത്സരാർത്ഥികളോ അല്ലെങ്കിൽ തീരെ പ്രേക്ഷകർക്ക് പരിചയമില്ലാതിരുന്ന മത്സരാർത്ഥികളോ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമൊക്കെ എത്തിയ കഥകൾ വളരെയേറെയുണ്ട്. അങ്ങനെയെങ്കിൽ അഗ്നിപരീക്ഷ എന്ന ഒരു പുതിയ സംവിധാനം കൂടി എത്തുന്നതോടെ ഒരുപക്ഷെ ഒരു കോമണർ വിന്നർ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.